السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, വനിതാ കൂട്ടായ്മയുടെ പെങ്ങന്മാരെ, ഉമ്മമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാനിവിടെ ആഗതനായതിൻ്റെ ഉദ്ദേശം മുത്തുനബിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ്. അതിനെ എന്നെ തുണച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മകാൻ. പോലെ ജീവിതകാലത്ത് പ്രിയപ്പെട്ട ഉമ്മയെ പരിപാലിക്കേണ്ട കാരണത്താൽ മുത്ത് ഹബീബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും സദാസമയം ഹൃദയത്തിന്റെ തേട്ടമാണ്, അല്ലാ എൻ്റെ ഹബീബിനെ ഒന്ന് കാണിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയം തള്ളി നീക്കുന്നതാണ്. മാത്രമല്ല, ഉഹദിന്റെ രണാങ്കണത്തിൽ മുത്ത് ഹബീബിന്റെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ ഏത് പല്ലാണ് നഷ്ടപ്പെട്ടതെന്നറിയില്ല. പക്ഷെ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വഴിയിൽ കണ്ട കല്ലെടുക്കുകയാ, തന്റെ പല്ലുകൾ ഓരോന്നോരോന്നായി കുത്തി ഇളക്കി മാറ്റുകയാ. എന്തിന്റെ പേരിൽ എന്നറിയുമോ? ബിമഹബ്ബത്തി റസൂലില്ലാ ബിമഹബ്ബത്തി റസൂലില്ലാ ബിമഹബ്ബത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുരാഗത്തിന്റെ മുമ്പിലാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു നഗ്നപാതനായി മദീനയുടെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങിയത്. മാത്രമല്ല, പ്രവാചക പ്രേമികളിൽ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണല്ലോ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഹജ്ജിന് ശേഷം മുത്തുനബിയെ കാണാനുള്ള അദമ്യമായ അനുരാഗത്തോടെ പവിത്രമായ റൗളാ ഷരീഫിനെ ലക്ഷ്യമാക്കിയിട്ട് കടന്നു വരികയാ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്നത് മുത്ത് ഹബീബിനോടുള്ള സ്നേഹമാ. റൗളാ ഷരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അനുരാഗത്തിന്റെ കണ്ണീർ കണങ്ങളെ കൊണ്ട് മണൽ പരിപ്പുകളെ തഴുകിത്തിലോടിക്കൊണ്ട് അവിടുന്ന് പാടുകയാണ്. ഫി ഹാലത്തിൽ ബഅദിറൂ ഹൈ കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അൻനി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. ഓ നബിയേ, വർഷങ്ങളായി എൻ്റെ ആത്മാവിന് അങ്ങയുടെ പവിത്രമായ റൗളാ ഷരീഫിനെ ലക്ഷ്യമാക്കിയിട്ട് ഞാൻ പറഞ്ഞു വിടാറുണ്ട് നബിയേ. പക്ഷേ ഇന്നിതാ അഹ്മദുൽ കബീർ എന്ന ഫഖീർ അങ്ങയുടെ റൗളാ ഷരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മുട്ടി വിളിക്കുന്നു നബിയേ. ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി. അങ്ങയുടെ പവിത്രമായ കരങ്ങളൊന്ന് നീട്ടിത്തരുമോ തിരുദൂതരെ എന്ന് ചോദിക്കുന്ന താമസമതാ റൗളാ ഷരീഫിന്റെ അകത്തളത്തിൽ നിന്ന് മുത്ത് ഹബീബിന്റെ കൈകൾ പുറത്തേക്ക് വരികയാ. ആ കരങ്ങളിൽ മഹാനായ റിഫായി റളിയല്ലാഹു അൻഹു മതി വരുവോളം ചുംബിച്ചുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആ സ്നേഹത്തിന്റെ മുമ്പിലാ മഹാനായ ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു മനോഹരമായ കാവ്യരചനകളെ കൊണ്ട് ജീവിതം സമ്പുഷ്ടമാക്കിയത്.
തീർന്നിട്ടില്ല. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പകരമാക്കാൻ കഴിയാത്ത ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് റൗള ഷരീഫിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഹൃദയം പൊട്ടിക്കൊണ്ട് പാടിയത് മജഫദം അൻ സാലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി حيا وميتا في التراب رميما يا رسول الله അങ്ങയോടുള്ള അനുരാഗം കൊണ്ട് എന്റെ കവിൾത്തടത്തിലൂടെ ചാലിട്ടൊടുകിയ കണ്ണീർ പ്രവാഹം ഇതുവരെ വറ്റിക്കിട്ടില്ല തിരുദൂതരെ എന്ന് ചോദിക്കുന്ന താമസമതാ ഇരുമ്പ് ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ട റൗള ഷരീഫിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടുവെങ്കിൽ അവരൊക്കെ എത്രത്തോളമാ മുത്ത് ഹബീബിനെ സ്നേഹിച്ചത്. അല്ലാഹു നമ്മളെല്ലാവരെയും നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ ഇൽമിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.